ഇവിടെ പറമ്പിലുണ്ടായ നാടൻ നേന്ത്രപ്പഴം. ഇത് വെച്ച് കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് ചായപ്പലഹാരം ഉണ്ടാക്കാൻ, പഴംപൊരി ഉണ്ടാക്കാൻ പോവാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഗോതമ്പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാം, മൈദ ഉണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാം, അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാം, അവരവരുടെ ഇഷ്ടത്തിനുണ്ടാക്കാം. ഞാൻ മൈദയൊക്കെ വെച്ചിട്ട് 4 മണിക്ക് ഉണ്ടാക്കാൻ പോവാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിവിടെ 2 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ഏത്തപ്പഴത്തിന് മധുരമുണ്ട്, കൂടുതൽ പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാം. ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, അതൊരു കളറ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. ലേശമേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊന്നും വരത്തില്ല. പിന്നെ ഫുഡ് കളർ വേണ്ടവർക്ക് അത് ചേർക്കാം, യെല്ലോ ഫുഡ് കളറ്. ലേശം ഉപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ. ഇത് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കണം. ഇതിൽ എള്ള് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ഞാൻ എള്ളും അരിപ്പൊടിയും ചേർത്തിട്ടില്ല. അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അരിപ്പൊടിയും എള്ളും ഒഴിച്ച് ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കലക്കിയെടുക്കണം. ഒരു അരമണിക്കൂർ ഇതൊന്ന് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം നെടുകെ പൊളന്ന് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി, ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തത്. അത് ചൂടാകാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് എപ്പോഴും ചെയ്യേണ്ടത്, നല്ല ടേസ്റ്റ് കിട്ടും. പാം ഓയിലുള്ളവർക്ക് അതിൽ ചേർക്കാം. വെളിച്ചെണ്ണയാണ് പെട്ടെന്ന് ടേസ്റ്റ് മുന്നിട്ട് വയ്ക്കുന്നത്. ഈ മാവി മുക്കിയ ഏത്തപ്പഴം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണം. 2 സൈഡും ഒന്നും മുരിച്ചെടുക്കണം. ചെറു തീ വെച്ച് എപ്പോഴും മുരിച്ചെടുക്കാവൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഞാനിവിടെ മാവി മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാൻ കിട്ടും. കടയിൽ നിന്ന് നമ്മൾ എപ്പോഴും പൈസ കൊടുത്ത് മേടിക്കുകയല്ലേ. വീട്ടിലാവുമ്പോൾ എല്ലാവർക്കും കൂടെ ചായയുടെ കൂടെ ഒരു പലഹാരവുമായി, കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷവുമായി. എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഗോതമ്പൊടി ഉള്ളവർക്ക് അത് ചെയ്യാം, അരിപ്പൊടി ഉള്ളവർക്ക് അത് ചെയ്യാം. അങ്ങനെ ചായ തിളച്ച് വരുമ്പോഴത്തേക്ക് ഏത്തയ്ക്കാപ്പം എല്ലാം റെഡിയായി. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹവും അറിയിക്കുന്നു. ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ, താങ്ക് യു.